കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ ഇന്നും ഞാനുമൊരന്യനെ അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾഭൂവിൻ തുണിപ്പുകൾ അറിയുന്നു. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾഭൂവിൻ തുണിപ്പുകൾ അറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയില്ലെത്ര അന്തരങ്ങൾ നീ എന്നറിയുന്നു. കണ്ണൂരിൽ തുടയ്ക്കാതെ ഒന്നും ജൂൺ 19 ഇന്നത്തെ ദിവസമാണ്. ഈ ചരമദിനമാണ് നമ്മുടെ അനുസ്മരണ സദസ്സായി നമ്മൾ ആചരിച്ചു പോകുന്നത്. ഇന്ന് നമുക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ഇവിടെ എത്തിയ നമുക്ക് ഇന്ന് ലഭിച്ച ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അതിഥി മലയാളത്തിലെ ശ്രദ്ധേയയായ ബാലിക കവയത്രിയായ ശ്രീമതി ദീപ കോട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലളിതവും എന്നാൽ ആഴമേറിയതുമായ വരികളിലൂടെ മനുഷ്യബന്ധങ്ങളെയും പ്രകൃതിയെയും അടയാളപ്പെടുത്തുന്നതാണ് അവരുടെ കവിതകൾ. ദീപ കോട്ടന്റെ ഏറ്റവും ശ്രദ്ധേയമായ കവിതാസമാഹാരം നമുക്കെല്ലാവർക്കും പ്രസിദ്ധമാണത് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന കവിതാ സമാഹാരം. പ്രകൃതിയോടുള്ള ആഭിമുഖ്യവും മനസ്സിനെ സ്പർശിക്കുന്ന ഭാഷയും സ്ത്രീപക്ഷ ചിന്തകളും അവരുടെ കവിതകളിൽ തെളിഞ്ഞു കാണാം. വരികളിലെ ലാളിത്യവും ആശയങ്ങളുടെ ആഴവുമാണ് ദീപ കോളിന്റെ കവിതകളുടെ പ്രത്യേകത. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സജീവ പ്രവർത്തനം കൂടിയാണ് നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയ ശ്രീമതി ദീപ കോൾ. ആ ശ്രീമതി ദീപ കോളിനെ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ കുലപതിയായ ശ്രീ PN പണിക്കർ അനുസ്മരണ സദസ്സിലേക്ക് ഏറെ ബഹുമാനത്തോടും ഏറെ സ്നേഹത്തോടും എല്ലാവരുടെയും ഇവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും പേരിൽ റണ്ണേഴ്സ് ലൈബ്രറിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ വന്നിട്ടുള്ള എല്ലാവരും, സെക്രട്ടറി M നജീബ് സാറ്, നമ്മുടെ പ്രസിഡന്റ് ശ്രീ U സതീഷ് കുമാർ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗത പ്രസംഗത്തില് ഇന്നത്തെ നമ്മുടെ പരിപാടിയെ കുറിച്ച് ചുരുക്കം പറയുകയുണ്ടായി. റണ്ണേഴ്സ് ലൈബ്രറി എല്ലാ കൊല്ലവും വായനാ വർഷാചരണം ആചരിക്കാറുണ്ട്. പ്രമുഖ സാഹിത്യകാരന്മാരെ കൊണ്ടുവന്ന് അവരുടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും നടത്താറുണ്ട്. ഈ കൊല്ലം നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രമുഖ കവയത്രിയും ആയ ശ്രീമതി ദീപ കോളാണ്. അധ്യാപികയും കൂടിയാണ്. അവരെ ഈ സെഷന്റെ ഉദ്ഘാടനത്തിനായി ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, റണ്ണേഴ്സ് ക്ലബിന്റെ റണ്ണേഴ്സ് ലൈബ്രറിയുടെ ഭാരവാഹികളെ, ഇന്ന് വായനാ ദിനത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞു പരാമർശിച്ചു PN പണിക്കരുടെ ചരമദിനമാണ്. ചരമദിനം എന്നതിലുപരി അത് നമ്മളൊരു ആഘോഷ പരിപാടിയാക്കുകയാണ്. എന്നുവെച്ചാൽ വായന ഒരു ആഘോഷമാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ, മനസ്സിന്റെ തുറന്ന അവസ്ഥകൾ നമ്മുടെ മനസ്സിൽ രൂപീകരിക്കാനുള്ള ഒരു ആഘോഷമായിട്ടാണ് ഓരോ അധ്യയന വർഷം, പ്രത്യേകിച്ച് സ്കൂളുകളിലായാലും ഇതുപോലെ വായനയുടെ സാമീപ്യമുള്ള വായനശാലകളിലായാലും ആ ഒരു അധ്യയന വർഷത്തിന്റെ അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ വന്നു ചേരുന്ന ഈ വായന ദിനം കുട്ടികൾക്കായാലും സ്കൂളിലൊക്കെ ഞങ്ങൾ സ്കൂളിലെ വായനാ ദിനം ആഘോഷിച്ചു. ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്ക് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 50 ബുക്സ് ചലഞ്ചാണ് ഇപ്രാവശ്യം. അതായത് 50 പുസ്തകങ്ങളുടെ വായനയാണ്
തന്നെയാണ് ഇക്കൊല്ലം ഏറ്റവും പ്രധാനമുള്ള ഒരു ടാസ്കായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ വായനശാലകളും നമ്മൾ സാമീപ്യമുള്ള വായനയെ ചേർത്ത് പിടിക്കുന്ന നാട്ടിലെ ഓരോ വ്യക്തിയും, അതായത് നമ്മള് പഠിക്കുന്ന കുട്ടികൾക്കുപരി ഒരു വായനാ സംസ്കാരം രൂപീകരിക്കാനായിട്ട് ഇത്തരം ഇടങ്ങള് വളരെയധികം സഹായകമാണ്. അതിന് ഈ നമ്മള് എന്താ പറയാ ഗ്രന്ഥശാലയോട് ചേർന്ന് പണ്ട് ചാമർ പിതാവൊക്കെ അല്ലെങ്കിൽ നവോത്ഥാന നായകരൊക്കെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതുപോലെ വായനശാല എന്നുള്ളത് നാടിന്റെ ഒരു അക്ഷരങ്ങളിലേക്ക്, മതസൗഹാർദ്ദങ്ങളിലേക്ക്, അതിർത്തി തിരിയുന്ന മനോഭാവങ്ങളിലേക്കൊക്കെ ഒന്നിപ്പിക്കാനുള്ള ഒരു ഘടകമാണ്. ഇപ്പൊ വേൾഡ് കപ്പ് നമ്മൾ നടക്കുകയാണ്. ഒരു പന്തിന്റെ പിറകെ ലോകം മുഴുവൻ ഒന്നായി ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ അതുപോലെ തന്നെ അതിന്റെ ആഘോഷമായിട്ട് കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും നമ്മള് രണ്ട് പക്ഷം എന്നുള്ള രീതിയിലാണ് യൂണിഫോം ഇട്ട് രണ്ട് ചേരി. ഇത് ഒരു ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ ഒരു സൗഹൃദമായിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മളെങ്ങനെയാണ് ആ ഒരു അതിർത്തി തിരിക്കലുകളെ കുറയ്ക്കാൻ, അത് നമ്മള് ടീമിന് വേണ്ടി അല്ലെങ്കിൽ പക്ഷം പിടിക്കലിന് വേണ്ടി ആവുന്നു. പക്ഷെ നല്ലൊരു സൗഹൃദത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അത് കണ്ട് തോൽക്കുന്നവരെയും ജയിക്കുന്നവരെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള മനോഭാവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സ്കൂളുകൾ പോലെ തന്നെ ഗ്രന്ഥശാലകൾക്കും വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് വളരെ പ്രാധാന്യമുള്ള ഒരു ഒന്നാണ്. നമുക്കറിയാം PN പണിക്കർ എന്ന മനുഷ്യൻ ഒരു പുസ്തകത്തിനോട് ഒരു ആർജവം, വായിച്ചു വളരാൻ, ചിന്തിച്ച് വിവേകം നേടാൻ ഒരു മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത ആ വാക്കിനെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു ആ വാക്ക് ഓർമ്മിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അയാൾ അടയാളപ്പെടണമെങ്കിൽ അയാൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്തവരായിട്ടും അതുകൊണ്ടാണ് ആ നന്മയുടെ വെളിച്ചം കെട്ടുപോകാതെ അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തില് തലച്ചുമടായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാനായി എടുത്ത ആ തീവ്ര പരിശ്രമം, അതിന് കൂട്ടായിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് കൂട്ടമായി പ്രവർത്തിക്കുന്നവർ തമസ്കരിക്കപ്പെടുകയും ഒരാൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വരികയും ചെയ്യുന്ന ഒരു കാഴ്ച അതിന്റെ പിന്നാമ്പുറത്തുണ്ട്. അത് നമ്മൾ അതിന്റെ ഒരു സഹകരണം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് അത്തരം ഈ പ്രസ്ഥാനങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ അത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അത് എക്കാലത്ത് നമ്മളത് ചിന്തിക്കും. ഒരു വ്യക്തി മാത്രമല്ലേ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തവർ മാത്രമല്ലേ. സ്വാതന്ത്ര്യ സമരത്തിലായാലും അങ്ങനെ തന്നെയാണ്. അതിലെ ഒരുപാട് മനുഷ്യർ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ചിലർ മാത്രം ഓർമ്മിക്കപ്പെടുന്നു. പക്ഷെ അതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ആ ആശയത്തെ ആദ്യമായി കൊണ്ടുവന്ന, അത് പ്രാവർത്തികമാക്കാനായി ചോരയും നീരും കൊടുത്ത, അതിന് ക്ഷീണം പ്രയത്നിച്ച വ്യക്തികൾ തന്നെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുകയുള്ളൂ എന്നുള്ളത് അതിന്റെ ഒരു അടയാളപ്പെടുക. പണ്ട് നമുക്ക് ഞാൻ പറയാൻ കാരണം, പണ്ട് എന്താ പറയാ PN പണിക്കർ മുതൽ രണ്ടുപേരെ ഓർമ്മിച്ചിരുന്നു നമ്മൾ ഒരു കാലത്ത് വായനാ ദിനത്തിന്റെ ഐവിദാസ് അനുസ്മരണം. അത് രണ്ടും കൂടി കംപ്ലീറ്റ് ആയിട്ടാണ് നടത്തിയത്. ഇപ്പൊ അത് ഈ വർഷം അത് കേട്ടില്ല. അപ്പൊ അങ്ങനെ പലരും ഇവിടെ അതിന് കൂട്ടുചേർന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളും കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞാനൊരു പാട്ടൊക്കെ പാടിത്തരാം. നമുക്ക് എന്താ പറയാ, ഒരുപാട് വായന നമ്മളെ എങ്ങനെ ആക്കി തീർക്കുന്നു, വായനയുടെ പ്രയോജനങ്ങളുണ്ട്. വായന നമുക്ക് ഒരു മനുഷ്യനെ പൂർണ്ണമാക്കുന്ന ഒന്നാണ് വായന എന്ന് പറയുന്നത്. ഒരു മണിക്കൂറെങ്കിലും വായിക്കണമെന്ന് ആണ് നമ്മുടെ APJ അബ്ദുൽ കലാം പറയുന്നത്. അറിവ് നേടുക എന്നതിലുപരി നമ്മുടെ ഒരു സംസ്കാരം രൂപപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ സ്കൂളുകളിലാണെങ്കിൽ, ഞാനിപ്പോ സ്കൂളിലെ ലൈബ്രറിയിലെ ആൾ കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ 50 പുസ്തകം എങ്ങനെ വായിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഓരോ ക്ലാസ് വൈസായിട്ട് കുട്ടികളെ എഴുതിക്കൊണ്ട് 10 പുസ്തകം 15 പുസ്തകം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാല് 1:45 തൊട്ട് 2 മണി വരെയാണ്. അങ്ങനെ 12:45 തൊട്ട് 12:30 ഊണ് കഴിക്കാൻ വിടും. 12:45 അത്ര വായിക്ക് താല്പര്യമുള്ള, അതായത് ഏത് ദിവസമാണോ വായിക്കാൻ വരേണ്ടതായിട്ടുള്ള ക്ലാസ്സിന്റെ നിശ്ചയിച്ചിട്ടുള്ള ക്ലാസ്സുകാരെ
1:45 12:30 വിട്ടാൽ 12:45 ആകുമ്പോഴേക്കും ലൈബ്രറിയിലേക്ക് ഓടിയെത്തണം. എന്നിട്ട് 1:45 വരെയുള്ള ഒരു വായനയാണ്. അതിന് 3 പേജാണോ 4 പേജാണോ ഒരു ദിവസം വായിച്ചത് അത് കൃത്യമായി വേറൊരു നോട്ട് പുസ്തകത്തിൽ എഴുതുകയും പിറ്റത്തെ ദിവസം അതിന്റെ തുടർച്ചയാണ് ഉണ്ടാവുക. അങ്ങനെയാണ് അത് സ്കൂൾ തുറന്ന അധ്യയന വർഷം ആരംഭത്തിൽ തൊട്ടേ വായിക്കുന്നു. അങ്ങനെയാണ് 50 പുസ്തകത്തിലേക്കും 45 പുസ്തകങ്ങളിലേക്കും അവർ എത്തിച്ചേരുന്നത്. അത് ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശീലമാകുന്നു. ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരു ശീലം, ഒരു ബിഹേവിയർ നമ്മളിലെ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ തുടർച്ചയായി 21 ദിവസം അത് അഭ്യസിച്ചാൽ മതി. ഇപ്പൊ നേരത്തെ ഉണരുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ അറിയാം. അലാം വെച്ച് നമ്മൾ ഉണരുന്നു. 5 മണിക്ക് സ്ഥിരമായിട്ട് ഉണരുന്ന ആള് അതേ ടൈമിൽ നമുക്ക് അലാം വെക്കാതെ തന്നെ ആ സമയത്ത് നമ്മൾ ഉണരും. അത് ലൈഫില് ബ്രെയിനില് നമ്മുടെ ആ സമയം മനസ്സിലും ശരീരത്തിലും ഒക്കെ സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫോർമേഷൻ ചെറുപ്പകാലം തൊട്ട് കുട്ടികളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് ഇപ്പൊ നമ്മളൊരു പല്ല് ഡോക്ടറെ കാണാൻ പോവുകയാണോ അങ്ങനെയൊക്കെ ആവുമ്പോഴും അവരവിടെ 4 പുസ്തകം ഇരിക്കുന്ന കണ്ട ഓടിച്ചെന്ന് നമ്മൾ ആ കുട്ടികൾ സ്വാഭാവികമായും വെറുതെ മൊബൈൽ നോക്കി കളിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആ പുസ്തകങ്ങളിലേക്ക് അവരെ ആ സമയം ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ കുട്ടികളുടെ അല്ലെങ്കിൽ മനുഷ്യനെ ഡിസിപ്ലിൻ ആക്കാനായിട്ട് വായന ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് സമ്മർദ്ദം കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളുടേതായ ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം ഓരോ കാര്യങ്ങളും നമ്മൾ നീക്കി വെക്കും. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഇനി നീക്കി വെക്കുന്നത്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ ഒരു 15,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് മാസം ഒരു 1,000 രൂപ മാറ്റിവെക്കാൻ നമുക്ക് അത്രയധികം നമുക്ക് ചെലവുകളുണ്ട്. മാറ്റിവെക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷെ നമ്മൾ വേണമെന്ന് വെച്ചാൽ മനസ്സ് വെച്ചാൽ ആ 1,000 രൂപ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. അതൊക്കെ നമ്മൾ ഇത്രയും ഇവിടെ ഇരിക്കുന്നവരും മുതിർന്നവരായതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം അത് നമ്മളുടെ ഡെലിബറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു മനസ്സിന്റെ തീരുമാനമാണ് അത് മാറ്റിവെക്കും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ആ സമയം ഞാൻ ഉപയോഗിക്കും എന്നുള്ളത്. ചില ആൾക്കാര് നമ്മള് ബാത്റൂമിൽ പോകുമ്പോൾ പത്രം കൊണ്ടുപോകണം. അങ്ങനെ ചില സമയത്ത് അല്ലെങ്കിൽ വീട്ടില് സംസാരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നേരം വെളുക്കാനും വായിക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് വായിക്കും. പണ്ട് നമ്മുടെ മുത്തശ്ശി കഥകളിലൊക്കെ പറയുന്നത് പോലെ മുത്തശ്ശിമാര് കഥ പറഞ്ഞു കൊടുക്കുക ഉറങ്ങാൻ പോകുന്ന സമയത്താണ്. അല്ലെങ്കിൽ ആ സമയം എന്താണ് നമ്മുടെ മനസ്സിലെ ഉറക്കത്തിനും ഉണർച്ചയ്ക്കും ഇടയിലുള്ള ഒരു സമയമാണ്. അത് മനസ്സിലെ അബോധത്തിലേക്ക് വഴുതി വീഴുന്ന ആ ബ്രെയിനിന്റെ അവസ്ഥയിലാണ് നമ്മളിലെ ഈ ആശയം വേഗം പതിയാന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ സന്ധ്യ പ്രാർത്ഥന എത്തിക്കുന്നു. അതൊരു ആ ഒരു സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുന്നതൊക്കെ മനസ്സിൽ വേഗം പതിയുന്നതാണ്. അതായത് മനസ്സ് ഉറക്കത്തിന്റെയും ഉണർച്ചയുടെയും ഒരു ഇടയിലാണ് നമ്മളിലേക്ക് ഒരു ആശയത്തെ വേഗം പതിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നല്ല കാര്യങ്ങൾ വായിച്ചുകൊണ്ട് ഇപ്പോ മിക്കവാറും വീടുകളിൽ കുട്ടികളായാലും നമുക്കറിയാം തോണ്ടി മൊബൈൽ തോണ്ടി രാത്രി കിടക്കുന്ന സമയത്ത് കിടന്നു കഴിഞ്ഞിട്ടും ഈ റീലുകളും ഇതൊക്കെ കണ്ടു കിടക്കുക. അപ്പൊ ആ ഉറക്കത്തിന്റെ സമയത്ത് ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് അവർ കാണുന്ന കാര്യങ്ങൾ അവരെ വളരെയധികം സ്വാധീനിക്കുമെന്നാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത്തരം നല്ലൊരു പുസ്തകങ്ങൾ വായിച്ചോ അങ്ങനെയുള്ള ഒരു ധ്യാനത്തിൽ ഇപ്പൊ നമുക്ക് കഥ പറഞ്ഞു തരാൻ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഒരു ശീലം കൊച്ചുകുട്ടികളൊക്കെ നമുക്ക് തിരിച്ചു പറയാം. ഒരു കഥയിൽ വായിച്ചതുപോലെ കുട്ടിക്ക് വേണമെങ്കിൽ വയസ്സായവർക്ക് കഥ പറഞ്ഞു കൊടുക്കാം. നമ്മൾ തിരിച്ചു വേണ്ട അവരെ കൊണ്ട് പറയിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് അപ്പോൾ സാധിക്കുക. നമ്മുടെ സമ്മർദ്ദങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. ഇപ്പൊ അത് വായന എങ്ങനെ മനുഷ്യനെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണിത്. ഇപ്പൊ നമുക്കറിയാം നാളെ ഇതില് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കർണാടകയിലാണ് തോന്നുന്നു ഞാൻ വീഡിയോ കണ്ടത്. ഹിറ്റ്ലറിന്റെ ട്രംപിന് ഒരു വഴിയുടെ പേരിടുന്നു. ട്രംപിന് ഒരു വഴിയുടെ പേരിടുക എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ പേരിലുള്ള വഴിയുടെ പേരിടുന്നത് പോലെയല്ല. ട്രംപ് ആരാണ്? ഹിറ്റ്ലറിനെ പോലെയുള്ള ഒരാള്. ഹിറ്റ്ലർ ആരായിരുന്നു? ജൂതന്മാരെ ഒരുപാട് കൊന്നൊടുക്കിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ഗ്യാസ് ചേമ്പറിലിട്ട് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു ജൂതവിരുദ്ധനായിട്ടുള്ള ഒരാള്. അതുപോലെയുള്ള ലോക കൊലയാളിയായിട്ടുള്ള ട്രംപിന്റെ പേരിൽ ഒരു വഴിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പേരോ ഇടാൻ പോകുന്നു എന്നുള്ള
ഒരു മാനസികാവസ്ഥ എങ്ങനെ മനുഷ്യർക്ക് രൂപപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ അറിയാതെ ആ ഒരു സമൂഹത്തില് എന്ത് മാതൃകയാണ് ഇന്നത്തെ ലോകം കാണുന്നത്. ഒരു കൊലയാളിയുടെ മനോഭാവമുള്ള ഒരുപാട് മനുഷ്യർ, എത്ര കൊന്നിട്ടും കേസെടുക്കാത്ത, ലോകരാജ്യങ്ങൾക്കോ ഒന്നും പ്രതികരിക്കാനാവാത്ത, വളരെ നിസ്സംഗതയോടെ കണ്ടു നിൽക്കുന്ന ജനങ്ങൾ. അപ്പൊ നമ്മള് വിചാരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇതിനൊന്നൊരു ചെറു വീരലടക്കം അടുക്കളയിൽ നിന്ന് പറയുന്നതിനപ്പുറം നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ. നമുക്ക് ഇത്തരം ഇടങ്ങളേ ഉള്ളൂ. നമുക്ക് പോസ്റ്റുകാരിന്റെ ഒരു ധർമ്മമേ ഉള്ളൂ, നിന്നിടത്ത് നിന്ന് പ്രകാശിക്കാനുള്ള ഒരു ധർമ്മം. ആ ധർമ്മത്തിൽ നമുക്കിപ്പോ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഇടത്തിൽ എനിക്ക് കൂടുതൽ പ്രകാശിക്കാൻ പറ്റും. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കുടുംബങ്ങളിൽ പ്രകാശിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന കാതോട് കാതോരം എന്താ പറയാ മൗത്ത് പബ്ലിസിറ്റി, അതുപോലെ മറ്റുള്ളവരോട് പറയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മള് ഒരു കഥ എങ്ങനെ, എഴുത്തെങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ഇതുപോലെയുള്ളൊരു മനോഭാവത്തെ, ഇപ്പോൾ ട്രംപിന്റെ മനോഭാവം, ഹിറ്റ്ലറുടെ മനോഭാവങ്ങളൊക്കെ നമ്മൾ പറയുന്നു. എങ്ങനെയാണ് ഒരാളുടെ നീചമായ ഒരു മനസ്സിനെ ഒരു കഥ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മള് കണ്ടതാണ്. നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും 1001 രാവുകൾ എന്ന കഥ. അറേബ്യൻ നൈറ്റ്സ്. തന്റെ രാജ്ഞിയെ തന്നെ ചതിച്ച്, തന്നെ വഞ്ചിച്ചു എന്നറിഞ്ഞ് മാനസിക നില തെറ്റിയ ഷഹ്രിയാൻ രാജാവ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിച്ചിട്ട് അയാള് അതിരാത്രിയിൽ തന്നെ ആ ഭാര്യയെ കൊല്ലുന്നുണ്ട്. ഇത് രാജാവായതുകൊണ്ട് വീണ്ടും വിവാഹം കഴിക്കുന്നു. അനേക സ്ത്രീകളെ ഇതുപോലെ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് അയാൾ കൊന്നൊടുക്കുന്നു. ഇത് എങ്ങനെയാണ് ഒരു സ്ത്രീ വിരോധിയായ അത്തരം ഒരു മാനസിക നില തെറ്റിയ ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്ത്രപൂർവം ബുദ്ധിമതിയായ മന്ത്രിയുടെ മകൾ തീരുമാനിക്കുകയാണ്. ഷഹ്റസാദിന്റെ കഥയാണ് 1001 രാവുകൾ എന്ന കഥ. അവര് തന്ത്രപൂർവ്വം രാജാവിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥയുടെ അപ്പൊ അയാൾക്ക് ഒരു അത്ഭുതമാണ്. എത്ര ഭയത്തോടു കൂടിയാണ് ഇത്രയും കൊലപാതകിയായ ഒരു മനുഷ്യന്റെ മുന്നിലെ ഇത്രയും നിഷ്കളങ്കയായി ഒരു സ്ത്രീക്ക് പെരുമാറാൻ സാധിക്കുക എന്നത്. അയാൾ അത്ഭുതത്തോടെ ഇവളുടെ കഥ കേട്ടിരിക്കുകയാണ്. കഥ ഇങ്ങനെ കേട്ട് അയാൾ അത് ലയിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. കഥയുടെ ക്ലൈമാക്സിലെത്തുമ്പോൾ ആ മന്ത്രിയുടെ പുത്രി ഷഹ്റസാദ് കഥ തന്ത്രപൂർവ്വം നിർത്തുന്നു. അപ്പൊ അയാൾക്ക് കഥ കേൾക്കാനുള്ള അയാളുടെ എല്ലാ ബോധവും ബുദ്ധിയും ഉണർന്ന് അയാൾ അതിൽ ആസ്വദിച്ചിരിക്കുന്ന സമയമാണ്. അയാൾ വീണ്ടും കഥ പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല എനിക്കിന്ന് വയ്യ, അടുത്ത ദിവസം പറയാം. അങ്ങനെ അന്നത്തെ രാത്രി അവൾ മരിക്കുന്നില്ല. അങ്ങനെ 1001 ദിവസവും അവൾ ഇതുപോലെയുള്ള തന്ത്രം ഉപയോഗിച്ച് ആ മനുഷ്യനെ മാറ്റിയെടുക്കുന്ന, ഒരു മാനസിക നില തെറ്റിയ ഒരു കൊലയാളിയായ ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഥ എങ്ങനെ സഹായിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോ ഒരു കഥയ്ക്ക് ഏതളവ് വരെ നമ്മൾ പറഞ്ഞു 21 ദിവസം അഭ്യസിച്ചാൽ ഒരു ശീലത്തെ, ഒരു സ്വഭാവത്തെ നമ്മളിൽ നിന്ന് എത്ര പ്രായം ചെന്നവരായാലും നമുക്ക് ഡെലിബറേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് സാധിക്കും മാറ്റിയെടുക്കാൻ. അപ്പോ 1001 ദിവസം കഥ കേട്ട് സംസ്കാര സമ്പന്നനായ, കഥകളിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ച അയാൾ അവളെ കൊല്ലുന്നില്ല, പിന്നീട് സുഖമായി ജീവിക്കുന്നു എന്നാണ് ആ കഥ. 1001 രാവുകൾ എന്ന കഥ. ഒരു കഥ എങ്ങനെ ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ വേറെ ഓ ഹെൻറിയുടെ, അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള ഓ ഹെൻറിയുടെ ഒരു കഥയുണ്ട്, ലാസ്റ്റ് ലീവ്സ് എന്നത്. വളരെ പ്രസിദ്ധമായ കഥയാണ്. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ പഠിക്കാനുള്ളത്, മലയാളം വേർഷൻ. അതില് ആ ഓ ഹെൻറിയുടെ കഥ എന്താണെന്ന് വെച്ചാല്, 2 ചിത്രകാരികളായ 2 കുട്ടികളാണ്, സ്യൂവും ജോൺസിയും. 2 പേര് ഒരു ഫ്ലാറ്റിൽ, അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു. അതിന് തൊട്ടടുത്ത് ബർമാൻ എന്നൊരു ചിത്രകാരൻ താമസിക്കുന്നുണ്ട്. ആ കൊടും ശൈത്യത്തില് ജോൺസിക്ക് ന്യൂമോണിയ പിടിപെടുകയാണ്. ജോൺസി ഒരു തരത്തിലും രക്ഷപ്പെടാത്ത ഒരു വളരെയധികം മനസ്സ് അസ്വസ്ഥമായി, ഞാൻ ജീവിക്കില്ല, ഇനി എനിക്കൊരു ജീവിതമില്ല, മരണത്തിലേക്കാണ് എന്റെ ദൂരം, അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു.
ആ മുറ്റത്ത് ജനൽ പാളികളിലൂടെ കാണാവുന്ന ഒരു മരം നോക്കിയിട്ട് അവൾ ഇങ്ങനെ മനസ്സിൽ കരുതി, ആ മരത്തിന്റെ അവസാനത്തെ ഇല കൊഴിഞ്ഞു വീണാൽ എന്റെ മരണം ഉറപ്പാണ്, അത്ര ദൂരമേ എനിക്ക് മരണത്തിലേക്ക് ഇനിയുള്ളൂ എന്നുള്ളത് അവൾ വിചാരിക്കുകയാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയ ഈ ബർമാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, ആ ചിത്രകാരൻ അയാൾ പണ്ടേ വിചാരിച്ചിട്ടായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിലെ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കണം, എന്റെ ജീവിതത്തിൽ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കണം. ഇപ്പൊ ഓരോ എഴുത്തുകാരും, ഞാനായാലും എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത്, എഴുതിയതൊന്നും എഴുത്തല്ല എന്നാണ് എനിക്ക് ഏറ്റവും നല്ലൊരു കൃതി, ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥയോ എഴുതാനായിട്ട് സാധിക്കുക. അത് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്, ലോകം മുഴുവൻ വായിക്കപ്പെടുന്നത് അതായിരിക്കണം എന്റെ മാസ്റ്റർ പീസ്. അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിലൊക്കെ നമ്മൾ അഹങ്കരിക്കാതെ അത് ഇനി ഏതാണ് ഏറ്റവും നല്ലതാവുക, ജനങ്ങൾക്ക് ഏതിഷ്ടാവുക, വായനക്കാർക്ക് ഏതിഷ്ടാവുക, ഏതാണ് നന്മയുള്ളതാവുക, ഏതാണ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ബർമാനും അങ്ങനെയാണ്. നല്ല പ്രസിദ്ധനായ ചിത്രകാരനായിട്ട് കൂടി അദ്ദേഹം അങ്ങനെ വിചാരിച്ചു, ഏറ്റവും ഒരു മാസ്റ്റർ പീസിൽ എന്താണ് വരയ്ക്കാനാവുക എന്നാണ് വിചാരിച്ചയാൾ. പക്ഷെ ഈ കുട്ടിയുടെ ഇത് കേട്ടപ്പോ അയാൾക്ക് തോന്നി ഒരു ഇല, അയാൾ നോക്കിയപ്പോ ആ മരത്തുമെന്ന് ആ ഇല വീഴാറായിരിക്കുന്നു, ഒരു ഇല വരയ്ക്കണം. അന്ന് കൊടും ശൈത്യത്തില് ആ തണുപ്പിനെ സഹിച്ച് അയാള് ഒരു ഇല വരച്ചു ചേർക്കുകയാണ്. ആ ഇല കുട്ടി ജനലിന്റെ പാളികളിൽ നോക്കിയാല് ആ ഇല ആടുന്നില്ല, പക്ഷെ കുട്ടിക്ക് തോന്നാണ് ആ ഒരു ഇല കൊഴിഞ്ഞിട്ടില്ല. അപ്പൊ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് മനുഷ്യൻ. എന്താ പറയാ, ഇപ്പൊ ക്യാൻസർ വരുന്ന ഒരു രോഗിക്കും മനോധൈര്യം ഇല്ലെങ്കിൽ അയാള് അത് അറിയുന്ന മാത്രയിൽ തന്നെ എത്രയോ പേര് അറ്റാക്കായിട്ട് മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ അത് അതിജീവിക്കുന്നുണ്ട്. അത് മനസ്സിന്റെ ധൈര്യമാണ്. നമ്മുടെ സ്കൂളിലെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, സുഷമാണൊരു ടീച്ചറുണ്ട്, ആ നന്ദൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന നന്ദന്റെ വൈഫ്. അവര് കീമോ കഴിഞ്ഞ് ഇവിടുന്ന് നഗറിന് തിരുവനന്തപുരത്ത് പോയപ്പോ ഇവരും ഇവിടുന്ന് പോയി, കീമോ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആള് തിരുവനന്തപുരത്ത് എങ്ങനെയാണാവോ ജീവിക്കുന്നത് എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോ ഞങ്ങള് കുറച്ചും കൂടി ഹയർ സ്റ്റേജിലായിട്ടുണ്ടായിരുന്നു അവര്. നമ്മള് അയാൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്, എങ്ങനെയാണാവോ അയാൾ പറഞ്ഞത്, ഇപ്പൊ കാറിൽ കൊണ്ടാക്കാനാവോ, എങ്ങനെയാണാവോ, ആളെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് വന്നു. അപ്പൊ ചില ആളുകള് ആ ഒരു സംഭവത്തിന് കെയറൊന്നും ആരെയും സ്വീകരിക്കാതെ ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു ഭയങ്കര മനോധൈര്യം. ഇപ്പോഴും അവർക്ക് ആ സുഖത്തിനൊക്കെ അവർ ക്യൂറായി, അവർ വളരെ സ്മൂത്തായിട്ട് ജീവിച്ചു പോകണം. അത്രയും 2 പ്രാവശ്യം അത് വീണ്ടും വീണ്ടും ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണിച്ചതായിരുന്നു. പ്രാവശ്യം വളരെ ഇതായിരുന്നു, പക്ഷെ അത് ഓവർകം ചെയ്തു. അപ്പോ അങ്ങനെ ഒരു മനസ്സിന്റെ ധൈര്യമാണത്. അപ്പൊ ആ ഒരു ധൈര്യത്തിലേക്ക് ആ ഇല വീഴുന്നില്ല എന്നുള്ളൊരവസ്ഥ ആ ബർമാനാണ് വരച്ചത്. പക്ഷെ കൊടും തണുപ്പിനെ, ആ ശൈത്യത്തെ നേരിട്ടത് കൊണ്ട് ബർമാൻ മരിച്ചു പോവാണ് ചെയ്തത്. പക്ഷെ ജോൺസി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനും കലയ്ക്ക് സാധിക്കും എന്നുള്ളൊരു തെളിവാണ് ഈ ചിത്രകാരൻ കാട്ടിത്തന്നത്. അപ്പൊ നമുക്ക് വായനയായാലും ചിത്രം വരെയായാലും ഏത് കലകളായാലും മനുഷ്യനെ അതിജീവിക്കാനുള്ള ധൈര്യം തരുന്നതാണ്. അപ്പോ കലകൾക്ക് ഇപ്പൊ നമ്മൾ പറയാം, ടാഗോർ 64-ാം വയസ്സിലാണ് ചിത്രം വരച്ചു തുടങ്ങിയത്. പക്ഷെ അയാൾ ചിത്രകാരനായിട്ട് കൂടി അറിയപ്പെടുന്നു. അപ്പോ കലയ്ക്കോ പഠനത്തിനോ പ്രായമില്ല, സമയമില്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ചിപ്പാണ്. നമുക്ക് ഒരാൾക്ക് തന്നെ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പാട്ടോ നൃത്തോ എത്ര കലകൾ വേണം, വരയ്ക്കാനോ എഴുതാനോ ഏതൊക്കെ അഭ്യസിക്കാം. വിരലിൽ ഒതുങ്ങാത്ത അത്രയും കലകള് സമയം അനുസരിച്ച് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോ എല്ലാ മനുഷ്യർക്കുമുള്ള ഉള്ളിലുള്ള കഴിവിനെ വളർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ വായനശാലകൾക്ക് നമ്മളിപ്പോ ഞങ്ങളുടെ സ്കൂളുകളിലാണെങ്കിൽ വായനശാല സന്ദർശനം, അതുപോലെ തന്നെ പുസ്തക ചലഞ്ച്, അക്ഷരക്കളികൾ. ഇപ്പൊ ഞാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആളാന്ന് പറഞ്ഞു. അപ്പൊ അതില് നമ്മൾ ചെയ്യുന്നത് ഈ ലൈബ്രറികളെ കണക്ട് ചെയ്തിട്ട് പ്രൊജക്ടുള്ള സ്ഥലത്ത് സിനിമകൾ കാണിക്കണം. ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് സിനിമകൾ. അപ്പൊ സിനിമകൾ കാണിക്കപ്പെട്ട കുട്ടികള് എങ്ങനെ കുട്ടികളെ നമുക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ പപ്പ നാടക നടനായിരുന്നു, 25 കൊല്ലം മാഷായിരുന്നു.
ആ ഒരു ടേസ്റ്റ് ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ രംഗചേതനയിൽ നാടകം പഠിച്ചത്. ഇപ്പൊ 6 നാടകങ്ങൾ 7 ടെലിഫിലിമൊക്കെ ചെയ്തു. അപ്പം നമുക്ക് എത്ര കലകൾ വേണമെങ്കിൽ അഭ്യസിക്കാനായിട്ട് പ്രായമില്ല. നമ്മുടെ ഒരു മനസ്സിന്റെ അവസ്ഥയും നമ്മുടെ ആഗ്രഹവും മാത്രം മതി. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളെ അടുപ്പിക്കാനായിട്ട് സാധിക്കണം. വായനശാലയ്ക്ക് ധാരാളം ചെയ്യാനുണ്ട്. എന്താ പറയാ, കുട്ടികൾ വരുന്നുണ്ടോ എന്നുള്ളതാണ്. എത്ര കുട്ടികൾ ഇപ്പോ നമ്മൾ ഓരോ വായനശാലകളോടും ചോദിക്കുന്നുണ്ട്. കൊച്ചുമുക്ക് വായനശാല, ഇവിടെ ചേറൂർ വായനശാല. ഞാൻ ഇന്ന് സ്കൂളിൽ പറയുന്നത് 3 വായനശാലകൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പരിസരം. 3 വായനശാലകളുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ജീവിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ അത്ര വായനശാല 1 2 അതേ ദൂരെയായിരുന്നു. അപ്പോ 3 വായനശാലകളുള്ള ഇടം, വായനശാല സ്റ്റോപ്പ് തന്നെയുണ്ട്. അപ്പൊ അത്രമാത്രം അന്ന് വായനശാലകളുടെ പ്രവർത്തനം നടന്ന് പ്രസിദ്ധമായതായിരിക്കണം. അതുകൊണ്ടാണ് വായനശാല സ്റ്റോപ്പ് തന്നെ വരുന്നത്. അപ്പോ അത് എങ്ങനെ ഇപ്പോ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ഉള്ള ആകർഷണങ്ങൾ എങ്ങനെ, കുട്ടികൾ എങ്ങനെ വരുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം, കൂടുതൽ അടുപ്പിക്കണം. സർഗാത്മക പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിന്റെ പരിമിതിയൊക്കെ നമുക്കുണ്ട്. ഇപ്പൊ കുട്ടികളുടെ സമയം, കുട്ടികൾ ട്യൂഷൻ, കുട്ടികൾ അകന്നു പോകുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. അപ്പോ നമുക്ക് എങ്ങനെ അവരെ സമൂഹത്തിനോട് ചേർന്ന് അടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയൊരു ടാസ്ക്. അത് വായനശാല പ്രവർത്തകരെ ഏറ്റെടുത്തേ മതിയാവും. അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോലും പോയാൽ എന്താ പറയാ, അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരെ നോക്കിയാൽ തന്നെ അറിയാം, നമ്മളെ ഒരു 50കൾ കഴിഞ്ഞവരാണ് നമ്മൾ. ചെറുപ്പം കുട്ടികൾ ആരുമില്ല. അത് നമുക്ക് എങ്ങനെയാണ് അവരെ തിരിച്ചു പിടിക്കാൻ സാധിക്കുക എന്നുള്ളത് പേര് സംഘടനകളായാലും തന്നെയാണ്. ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘമായാലും അതെ. പക്ഷെ കുറെ മത്സരങ്ങൾ നടത്തി, അല്ലെങ്കിൽ മറ്റേ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫിലിം അങ്ങനെയൊക്കെ പറഞ്ഞ് ടെലിഫിലിം ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ സമയത്ത് വരും. പക്ഷെ അവർക്ക് ഇതൊന്നും ആകർഷിക്കാൻ തക്ക ഇടമല്ല എന്ന് നമുക്ക് ചിലപ്പോ തോന്നിപ്പോകും. പക്ഷെ എങ്ങനെയാണ് അടുപ്പിക്കേണ്ടത് എന്ന്, എങ്ങനെയാണ് പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് ഇപ്പോ 5 മുതൽ 1 തൊട്ട് 4 വരെയുള്ള കുട്ടികള് അവർക്ക് അക്ഷരം പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ, അവര് എഴുത്തിന്റെ വഴികളിലേക്ക് വരുന്നുള്ളൂ. പക്ഷെ ഏറ്റവും നല്ല സമയം 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. അവരെന്ത് പറഞ്ഞാലും അനുസരിക്കും. ചാനലൈസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് അവർക്ക്. അങ്ങനെയുള്ള കുട്ടികളെ, നമ്മുടെ സമീപത്തുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കുകയാണ് ഏറ്റവും നല്ലത്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എത്തി കഴിഞ്ഞാല് അവർക്ക് ട്യൂഷൻ ഉണ്ട്, വേറെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഏറ്റവും നല്ലത് അത്തരം 5 മുതൽ അല്ലെങ്കിൽ 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മുടെ പരിസരത്തുള്ളവരെ ഇതിലേക്ക് തേടി പിടിക്കുക തന്നെയാണ്. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ആ ഒരു തിരി നമുക്ക് കെടാതെ സൂക്ഷിക്കാൻ പറ്റും. ഞങ്ങളുടെ സ്കൂളില് നമുക്കറിയാം, അത്ര സാമ്പത്തിക ഭദ്രതയുള്ളവരല്ല വരുന്നത്. എന്നാൽ അവരെങ്ങനെ എഴുതിച്ച് കുട്ടികൾ ധാരാളം എഴുതി. യൂറിക്ക മാഗസിന്റെ പത്രാധിപ സമിതിയിലെ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൾ ധാരാളം എഴുതും. അപ്പൊ നിരന്തരം പ്രോത്സാഹിപ്പിക്കും. എല്ലാ കൊല്ലം കുട്ടികളെ കൊണ്ട് എഴുതിച്ച് ഒരു പുസ്തകം ആനിവേഴ്സറിക്ക് പുസ്തകം ഇറക്കാറുണ്ട്, കവിതാ സമാഹാരങ്ങൾ. അങ്ങനെ അവൾ എഴുതി. യൂറിക്കയുടെ ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുത്തു. അപ്പോ അവർക്ക് അതായത് 14 ജില്ലകളിൽ നിന്നുള്ള ഓരോ കുട്ടികളാണ് അതിന്റെ പത്രാധിപ സമിതി. ഒരു വർഷത്തിൽ 1 പ്രാവശ്യം കുട്ടികൾ ഇറക്കുന്ന യൂറിക്കയുണ്ട്, ഒരു ഒറ്റ തവണ. അതിന് തൃശൂർ ജില്ലയെ പ്രതികരിച്ച് വളരുകയായിരുന്നു. അപ്പൊ അത് അവിടെ അങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോ വീട്ടുകാരതിന് തടസ്സം നിന്നില്ല. ചില ക്യാമ്പുകൾ പാലക്കാട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അച്ചാച്ചനും മാമയുടെ കൂടെ പോയിരുന്നു. അച്ഛനമ്മയ്ക്കും ജോലിക്ക് പോകണം. അപ്പോ ആ വയസ്സായി അവര് കൂടെ നിൽക്കാൻ തയ്യാറായി. അങ്ങനെ തയ്യാറാവുന്നത് ചുരുക്കുണ്ടാവുള്ളൂ. പക്ഷെ അതുകൊണ്ടുണ്ടായ കാര്യം തൃശൂർ ജില്ലയെ പ്രതികരിച്ച് അവർക്ക് എക്കാലത്തൊക്കെ യൂറിക്കൊന്നും എടുത്തു വെക്കാം. ഞങ്ങളുടെ സ്കൂളിൽ അത് ചെയ്തിട്ട് വെച്ചേക്കാണല്ലോ. അവൾ എഴുതിയ അവളുടെ പത്രാധിപ സമിതി ഉള്ളത് ഒരു യൂറിക്ക, അത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന്. അപ്പൊ അത് അവരുടെ ലൈഫൊന്നും ഒരിക്കലും മറന്നുപോയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 5 മുതൽ അല്ലെങ്കിൽ 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ചാനലൈസ് ചെയ്യാൻ ഏറ്റവും സുഖം. അവരാണ് പിടിച്ചാൽ കിട്ടുള്ളൂ, അത് വലിയ കിട്ടില്ല. അങ്ങനെ സമീപത്തുള്ള കുട്ടികളെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാനൊരു പാട്ട് പാടിത്തരാം. ഇവിടെ 2 കുട്ടികളുണ്ട് അല്ലേ? പാടുവോ? ടീച്ചർ പാടിയല്ലേ? വേറെ സ്കൂളിൽ, പുതിയ സ്കൂളിൽ ചേർന്നില്ലേ?
എന്നോട് പറഞ്ഞല്ലോ പുതിയ സ്കൂളിൽ ചേർന്നെന്ന്. അവര് വരുമ്പോ പറഞ്ഞു എന്നോട് പുതിയ സ്കൂളിൽ ചേർന്നു. ഞാൻ പറഞ്ഞ പാടുവോ? പാടിത്തന്നാല് പാടും. പി മധുസൂദനൻ എന്ന ആളെ എഴുതിയ കവിത കാണാം. എന്താ കവിതയുടെ പേരെന്നറിയോ? എത്ര കിളിയുടെ പാട്ടറിയാം. കിളി എന്താ? കിളിയെ കണ്ടിട്ടുണ്ടോ? കിളിയെ കണ്ടിട്ടില്ലേ? കിളിയോട് ചോദിക്കാൻ എത്ര കിളിയുടെ പാട്ടറിയാം. ഇതാരാ പിന്നിരിക്കുന്നത്? അമ്മൂമ്മല്ലേ? പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾ എത്ര കിളിയുടെ പാട്ടറിയാം. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾ എത്ര കിളിയുടെ പാട്ട. കിളി കുറേ പാട്ട് പാടും. ഓരോ കിളി വേറെ വേറെ പാട്ടാ പാടുന്നത് അല്ലേ? ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഇവിടെ കുറേ ആൾക്കാരുണ്ട് അല്ലേ? അവര് വേറെ വേറെ കാര്യം പറയുന്നു, വേറെ വേറെ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ കിളിയൊക്കെ വേറെ വേറെ ഓരോ വീട്ടിലെ കിളിയും ഓരോ കാര്യം പറയും. അപ്പൊ നോക്കോ, പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾ എത്ര കിളിയുടെ പാട്ടറിയാം. എത്ര മരത്തിൻ തണലറിയാം. എത്ര പുഴയുടെ കുളിരറിയാം. എത്ര പഴത്തിൻ രുചിയറിയാം. എത്ര പൂവിൻ മണമറിയാം. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾ എത്ര കിളിയുടെ പാട്ടറിയാം. എത്ര മരത്തിൻ തണലറിയാം. എത്ര പുഴയുടെ കുളിരറിയാം. എത്ര പഴത്തിൻ രുചിയറിയാം. എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി. അക്ഷയലരിയാൽ പ്രപഞ്ചമങ്ങനെ കിടപ്പു കൺമുമ്പിൽ. കൈത്തലത്താൽ വാരിയെടുത്തവ ഇത്തിരി മുത്തുകൾ മാത്രം. അക്ഷയലരിയാൽ പ്രപഞ്ചമങ്ങനെ കിടപ്പു കൺമുമ്പിൽ. കൈത്തലത്താൽ വാരിയെടുത്തവ ഇത്തിരി മുത്തുകൾ മാത്രം. ഇത്തിരി മുത്തുകൾ മാത്രം. ഓർത്തെടുക്കുക മനസ്സിൽ നിങ്ങൾ എത്രയാളുടെ പേരറിയാം. ഓർത്തെടുക്കുക മനസ്സിൽ നിങ്ങൾ എത്രയാളുടെ പേരറിയാം. എത്ര മുഖത്തിൻ ചിരിയറിയാം. എത്ര നോവിൻ നേരറിയാം. ഓർത്തെടുക്കുക മനസ്സിൽ നിങ്ങൾ എത്രയാളുടെ പേരറിയാം. എത്ര മുഖത്തിൻ ചിരിയറിയാം.